നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, കമന്റ്, സപ്പോർട്ട് ചെയ്യുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഇന്നു മുതൽ ചില അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങും. ഒരു അദൃശ്യ ശക്തിയുടെ അനുഗ്രഹം ഈ വ്യക്തിയുടെ പ്രാർത്ഥനയിൽ വരാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും നിങ്ങളുടെ വ്യക്തിയെയും അതുപോലെ ഈ പ്രപഞ്ച ശക്തിയെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന കാണുക. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ, വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഊർജങ്ങൾ ഈ വ്യക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യമൊക്കെ ഈ വ്യക്തി എന്തെങ്കിലും കാര്യം വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നത്. അതിനെ തടസ്സപ്പെടുത്തുകയും ഇപ്പോൾ നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ പോലും അവിടെ പലതരത്തിലുള്ള തടസ്സങ്ങൾ രൂപപ്പെടുകയും ആ ഒരു പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ ക്ഷമയ്ക്കും അതുപോലെ പ്രാർത്ഥനയ്ക്കും വളരെയധികം പോസിറ്റീവ് എനർജി റിസൾട്ടായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അത് പൂർവികരുടെ അനുഗ്രഹമോ അല്ലെങ്കിൽ കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനമോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ പറയാനാകും. ഇവിടെ നെഗറ്റീവ് ഊർജങ്ങളിൽ നിന്നുമുള്ള ഒരു രക്ഷപ്പെടൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനാസ്പദമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഈ വ്യക്തിക്കിപ്പോൾ വളരെയധികം ഉണർവും അതുപോലെ തന്നെ ഊർജവും ഒരുപാട് ചിന്തകളും പോസിറ്റീവായി ചിന്തിക്കുവാനും ചിന്തിക്കുന്ന കാര്യങ്ങളെ പ്രാവർത്തികമാക്കാനുമൊക്കെയുള്ള ഒരു പ്രത്യേക തരം കഴിവും ഊർജവും ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അതുമാത്രമല്ല, ഈ വ്യക്തിയുടെ ജീവിതത്തെ താറുമാറാക്കിയ ശത്രുക്കൾ ആരൊക്കെയാണോ അവരുടെ എല്ലാം പദ്ധതികൾ പൊളിയുന്നതായിട്ടും അവരെന്തൊക്കെ പറഞ്ഞാണോ ഈ വ്യക്തിയെ പറ്റിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളുടെ പൊരുൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യം പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. നമുക്കിവിടെ ഏറ്റവും പോസിറ്റീവായി പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നാൽ, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ക്ഷമയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. തൻ്റെ ക്ഷമയ്ക്ക് എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാകുമെന്നും അതിൽ നിന്നും തനിക്ക് വിജയം കണ്ടെത്തുവാനാകും എന്നുള്ള ഒരു ചിന്തകളിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. പൗർണമി ദിവസങ്ങളിലെ പ്രാർത്ഥനയും പലതരത്തിലുള്ള മന്ത്രങ്ങളോ തന്ത്രങ്ങളോ അല്ലെങ്കിൽ ഭാഗ്യപരീക്ഷണങ്ങളോ പ്രാർത്ഥനകളോ എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ റീഡിങ്ങിൽ എനിക്ക് ഏറ്റവും പോസിറ്റീവായി തോന്നിയിട്ടുള്ളത് ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നു ചേർന്നിട്ടുള്ള പുതിയ മാറ്റങ്ങളെ കുറിച്ച് തന്നെയാണ്. ആ മാറ്റങ്ങൾ എന്നും തന്നെ തൻ്റെ കൂടെ കൂട്ടുവാൻ തന്നെയാണ് ഈ പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ അകലാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ. എന്നാൽ ആ അകൽച്ചയിലൂടെ തനിക്കൊന്നും നേടിയെടുക്കാനാകില്ല എന്നും താൻ ഒറ്റയ്ക്ക് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുകയേ ഉള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഏറ്റവും നന്നായി കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങളെ കാണുന്ന ഒരു രീതിയാണ്. അതായത് വളരെ പോസിറ്റീവായിട്ടും ഒരു പ്രതീക്ഷയോട് കൂടി ഇപ്പോൾ ഈ വ്യക്തിക്ക് ഈ പ്രണയബന്ധത്തെ നോക്കിക്കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നാൽ, ഇവിടെ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഏത് കാര്യത്തിന് വേണ്ടിയിട്ടും പ്രയത്നിക്കുവാൻ തയ്യാറാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായി സംസാരിക്കാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പൊ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത് കേവലം മനക്കോട്ടകൾ കെട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ വേണ്ടിയിട്ടല്ല. അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് തനിക്ക് എന്ത് ലഭിക്കാനാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലും കൂടിയാണ് ഈ പേഴ്സൺ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്,
നിങ്ങളുടെ ആ ഒരു നിർമ്മലത്വം തന്നെയാണ്. അതായത് നിങ്ങളുടെ വളരെയധികം ആത്മാർത്ഥപൂർണമായിട്ടുള്ള ഒരു സ്വഭാവം, നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ മനസ്സിലെ നന്മ, ഇതൊക്കെ ഒരിക്കലും മാറ്റിവെക്കാൻ സാധിക്കുകയല്ല. ഇതൊന്നും മറ്റൊരാളിൽ നിന്നും തനിക്ക് ലഭിക്കുകയുമില്ല എന്നുള്ളതും ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം സ്നേഹവും സന്തോഷവും സമാധാനവുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നപ്പോഴും ഇല്ലാതായപ്പോഴും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതകൾ ഈ വ്യക്തി തിരിച്ചറിയുന്നു. നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതായപ്പോൾ ഈ വ്യക്തി അനുഭവിച്ചതും നിങ്ങൾ കൂടെ ഉണ്ടായപ്പോൾ ഈ വ്യക്തി അനുഭവിച്ച നന്മകളും ഈ വ്യക്തി വേർതിരിച്ചു കാണുന്നു. ഇത് നമുക്ക് വളരെ പോസിറ്റീവായി കാണുവാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും നിങ്ങളെ വേദനിപ്പിക്കാനൊന്നും ഇനി തയ്യാറാവില്ല, വേദനിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങുകയുമില്ല. തനിക്ക് സന്തോഷം വേണമെന്നും തൻ്റെ ജീവിതത്തിൽ താൻ തന്നെയാണ് സന്തോഷം കൊണ്ടുവരേണ്ടതെന്നും ഈ വ്യക്തി ഊട്ടി ഉറപ്പിക്കുന്നു. ഇവിടെ മറ്റു ചില വേദനകൾ ഈ വ്യക്തിയെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു ചില വേദനകൾ പിന്തുടരുക എന്ന് പറയുമ്പോൾ വേണ്ടപ്പെട്ട ആരുടെയൊക്കെ സാന്നിധ്യം അത് ഈ വ്യക്തിക്ക് നഷ്ടമായി പോയിട്ടുണ്ട്. സ്വന്തം അമ്മയുടെയോ അച്ഛൻ്റെയോ സാന്നിധ്യമായിരിക്കാം, കൂടപ്പിറപ്പുകളുടെയോ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ലവറിൻ്റെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ ആയിരിക്കാം. അവരൊരു പക്ഷേ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്ന് കൂടെ ഇല്ലായിരിക്കാം. അതുകൊണ്ട് അവരുടെ സാന്നിധ്യം നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അവരെയും ഒക്കെ കണ്ടിട്ടുള്ളത് നിങ്ങളിലൂടെ മാത്രമാണ്. നിങ്ങളുടെ പല രൂപസാദൃശ്യവും സ്വഭാവ രീതികളും എല്ലാം തന്നെ ഈ വ്യക്തിയുടെ വേണ്ടപ്പെട്ടവരുമായിട്ട് നല്ല രീതിയിലുള്ള സാമ്യമുണ്ട്. ഇത് പലപ്പോഴും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടും ഉള്ള കാര്യമായിരിക്കാം, പറഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെ അങ്ങനെ അങ്ങോട്ട് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ നെഗറ്റീവായിട്ടും അതുമാത്രമല്ല ഏറ്റവും വലിയ ഒരു നഷ്ടമായിട്ടും തന്നെയാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. നിങ്ങളെ ഉപേക്ഷിക്കാൻ മാത്രം അത്ര മണ്ടനോ അല്ലെങ്കിൽ മണ്ടിയോ ആണോ ഞാൻ, വിഡ്ഢിയാണോ ഞാൻ എന്നുള്ള കാര്യമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതുമാത്രമല്ല ഈ പേഴ്സന്റെ സാന്നിധ്യ പ്രകാരം പറയുകയാണെങ്കിൽ നിങ്ങൾക്കും ഏറ്റവും തൻ്റെടത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുടെ സാന്നിധ്യത്തോടെ മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഈ വ്യക്തി പോയതിനു ശേഷം ഒരുപാട് വ്യക്തികൾ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അവരുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു പോകാനോ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവരുമായി മുന്നോട്ട് പോകാനോ തനിക്ക് സാധിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ജീവിക്കേണ്ട വ്യക്തികൾ തന്നെയാണ്. അത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള വായന എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു അനുഗ്രഹീതമായിട്ടുള്ള ഒരു പ്രാർത്ഥനയിലൂടെ ലഭിച്ചിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് പണ്ടെപ്പോഴോ ഒരു മാനിഫെസ്റ്റേഷനായി പ്രവർത്തിച്ചിട്ടുണ്ടാകാം. അപ്രതീക്ഷിതമായി നിങ്ങൾ കണ്ടുമുട്ടുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു തലത്തിലേക്ക് ഈ പ്രണയബന്ധത്തിലൂടെ എത്തിച്ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. എന്തു തന്നെ ആയാലും നിങ്ങളുടെ നല്ല ഒരു രീതിയിലേക്ക് നിങ്ങൾ വരാനും ഈ വ്യക്തി നല്ലൊരു തലത്തിലേക്ക് വരാനും ഈ പ്രണയബന്ധം ഒരുപാട് നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിച്ചിട്ടുണ്ട്, പിന്തുണച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തു തന്നെയായാലും ശത്രുക്കളിൽ നിന്നും മുക്തി നേടി ഈ പ്രണയബന്ധം ഏറ്റവും തുല്യതയിലേക്കും സമാധാനത്തിലേക്കും എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, കമന്റ്, അതുപോലെ ഹൈപ്പ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.